പൊന്നും തിങ്കൾ പോറ്റും മാനേ മാനേ കുഞ്ഞിക്കലമാനേ. വരയ്ക്കുന്ന ചിത്രങ്ങൾ പോലെ വിഷാദഭരിതമാണ് അലീനയുടെ ജീവിതവും. പെട്ടെന്നൊരു ദിവസം തന്നെയും മകളെയും തനിച്ചാക്കി പടിയിറങ്ങിപ്പോയ ഭർത്താവ്. അയാൾ നിറച്ചുവെച്ച ശൂന്യതയിലേക്കാണ് ഓർക്കാപ്പുറത്ത് ഒരു പുരുഷ ശബ്ദമെത്തിയത്. വഴിതെറ്റി വന്നൊരു ഫോൺ കോൾ ആയിരുന്നു അത്. ദീപമോൾക്ക് ആ വിളിയൊച്ച പുതുജീവനായി. ദീപമോളുടെ ടെലിഫോൺ അങ്കിൾ അലീനയുടെ വീട്ടിലെ നിത്യസാന്നിധ്യമായി. പതിയെ പതിയെ അലീനയുടെ മനസ്സിലും അപരിചിതനായ ആ മനുഷ്യൻ കൂടുകെട്ടി. അലീനയുടെ ആഗ്രഹം പോലെ ദീപമോളുടെ 4ാം പിറന്നാളിന് ടെലിഫോൺ അങ്കിൾ വന്നു. തൻ്റെ ആഗ്രഹം അലീന അയാളോട് തുറന്നു പറയുന്നു. പക്ഷേ അവൾ ആഗ്രഹിച്ച പ്രണയത്തിൻ്റെ പാനപാത്രം അവൾക്ക് നൽകാൻ കഴിയില്ല എന്ന സത്യം അയാൾ അറിയിക്കുന്നു. പരോളിലിറങ്ങിയ അയാൾക്ക് ജയിലിലേക്ക് തിരിച്ചു പോകാൻ ഇനി അധികം നാളില്ല. ഒരിക്കൽ കൂടി നഷ്ടപ്രണയത്തിൻ്റെ തീച്ചൂളയിലേക്ക് അലീന വീഴുകയായിരുന്നു. 1 മുതൽ 0 വരെയിൽ ആശാ ജയറാം എന്ന പുതുമുഖമായിരുന്നു അലീന. ഒരു നായികയ്ക്ക് വേണ്ട അഭൗമ സൗന്ദര്യത്താൽ അനുഗ്രഹിക്കപ്പെട്ട നടിയായിരുന്നില്ല ആശാ ജയറാം. പക്ഷേ സ്വാഭാവികമായ അഭിനയ ശൈലി കൊണ്ട് ശ്രദ്ധേയയാവാൻ ആദ്യ സിനിമയിൽ അലീനയ്ക്ക് കഴിഞ്ഞു, അഥവാ ആശാ ജയറാമിന് കഴിഞ്ഞു. സുന്ദരിയാണോ എന്ന് ചോദിച്ചാൽ ഒന്ന് സംശയിക്കും. എന്നാലോ കണ്ണുകളിലെ അഭിലാഷത്തിളക്കവും കവിളിലെ കുസൃതിത്തുടിപ്പും പൂവിരിയുന്നത് പോലെയുള്ള പുഞ്ചിരിയും എണ്ണനിറത്തിൻ്റെ വശ്യതയും അതേ നിമിഷം ആശാ ജയറാം എന്ന ആശയെ സുന്ദരികളിൽ സുന്ദരിയുമാക്കും. ഒപ്പം വദനകാന്തിയിലെ അന്യാദൃശമായ വിഷാദ ഛായ കൂടിയായപ്പോൾ 1 മുതൽ 0 വരെയിലെ അലീനയിലേക്കുള്ള നടിയുടെ യാത്ര എളുപ്പമായി. കൊച്ചിയിലെ തേവര സേക്രഡ് ഹാർട്ടിലെ പഠനകാലം മിസ് കൊച്ചിനായി ആശ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. നടിയുടെ അച്ഛൻ ജയറാം ഹരി തങ്കമണി സംഭവം ആധാരമാക്കിയ ഇതാ സമയമായിൽ കരുണാകരനെ അനുസ്മരിപ്പിക്കുന്ന മുഖ്യമന്ത്രിയുടെ വേഷത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട നടനാണ്. അലീന എന്ന ദുഃഖപുത്രിയുടെ റോളിൽ 1 മുതൽ 0 വരെയിൽ ആശാ ജയറാം തകർത്തഭിനയിച്ചു. നവോദയെപ്പോലൊരു വമ്പൻ ബാനർ, രഘുനാഥ് പാലേരിയുടെ ആദ്യ സംവിധാന സംരംഭം, സൂപ്പർ സ്റ്റാറായി കൊണ്ടിരിക്കുന്ന മോഹൻലാലിൻ്റെ അതിഥിവേഷം. അഭിനയത്തുടക്കം ആശയ്ക്ക് അനുകൂലമായിരുന്നു. സിനിമ നല്ല വിജയവും നേടി. 1 മുതൽ 0 വരെ പുറത്തിറങ്ങി തൊട്ടടുത്ത വർഷം 87-ൽ തനിയാവർത്തനത്തിൽ സുമിത്ര എന്ന ദുഃഖപുത്രിയുടെ വേഷത്തിലും ആശ അസാധ്യ പ്രകടനം നൽകി. സഹോദരൻ്റെ ഭ്രാന്ത് സ്വന്തം വിവാഹത്തിന് വിലങ്ങുതടിയാകുമ്പോൾ മമ്മൂട്ടിക്ക് മുമ്പിൽ മനസംഘർഷങ്ങൾ ഇറക്കിവെക്കുന്ന രംഗങ്ങളിൽ മഹാനടനോട് മത്സരിച്ചഭിനയിക്കുന്ന ആശ ഇരുത്തം വന്ന നടിയുടെ ഭാവാന്തരങ്ങൾ വിളിച്ചോതി. തനിയാവർത്തനം മലയാളത്തിലെ കൾട്ട് ക്ലാസിക്കുകളിൽ ഒന്നായി. വിജയത്തിലും ചിത്രം മുന്നിട്ടു നിന്നു. മോഹൻ്റെ ഇസബെല്ലയിലൂടെ 88-ലും ആശ ക്ലാസിക് സിനിമയുടെ ഭാഗമായി. സുമലത ടൈറ്റിൽ വേഷത്തിലെത്തിയ ചിത്രത്തിൽ നടിയുടെ കൂട്ടുകാരി ദേവി എന്ന കഥാപാത്രമായിട്ടാണ് ആശ എത്തിയത്. നിർണായക സന്ദർഭങ്ങളിൽ ഇസയ്ക്ക് ഉപദേശങ്ങൾ നൽകുന്ന ദേവി സിനിമയിലെ മിഴിവുറ്റ കഥാപാത്രമായിരുന്നു. ഇസബെല്ലയെ തുടർന്ന് ചെറിയൊരു ഇടവേള ആശയുടെ കരിയറിലുണ്ടായി. ശരറാന്തൽ എന്ന ദൂരദർശൻ സീരിയലിൽ നടി പ്രധാന കഥാപാത്രമായി എത്തുന്നത് ഇക്കാലത്ത്. 91-ൽ KG ജോർജിൻ്റെ ഒരു യാത്രയുടെ അന്ത്യത്തിൽ മോളി എന്ന കുഞ്ഞു വേഷത്തിലാണ് ഏറ്റവും ഒടുവിൽ മലയാളി ആശയെ കണ്ടത്. പ്രകാശ് കോളേരി ഒരുക്കിയ മിഴി ഇതളിൽ കണ്ണീരുമായി എന്ന ചിത്രത്തിലെ ലീഡ് റോളിൽ ആശയ്ക്കേറെ പ്രതീക്ഷയുണ്ടായിരുന്നു. ചിത്രം പക്ഷേ റിലീസായില്ല. വിവാഹശേഷം US-ൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായി ജോലിയിൽ പ്രവേശിച്ച ആശ 2017-ൽ സോളോയിലൂടെ ഓർക്കാപ്പുറത്തൊരു റീ എൻട്രി നടത്തിയെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടില്ല.